ഞാൻ എന്തിനാ കരഞ്ഞതെന്നറിയണ്ടേ? പറഞ്ഞുതരാ, കളിയാക്കരുതേ. സോ പറഞ്ഞു വരുന്നത് ഒരു രാവണപ്രഭു എഫക്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഞാൻ ഫിദന്റെ കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഫിദ അപ്പം തുടങ്ങിയതാ പോവാന്നുള്ളത്. പിന്നെ പഴയ ലാലേട്ടനെ തിയേറ്ററിൽ കാണാൻ പറ്റിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. മംഗലശ്ശേരി, നീലകണ്ഠൻ, കാർത്തികേയനൊക്കെ ഇങ്ങനെ നിറഞ്ഞാടുകയല്ലേ നമ്മുടെ തിയേറ്ററിൽ. അപ്പോൾ ഞങ്ങൾ രാവണപ്രഭു കാണാൻ വന്നതാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഞാനൊരു പോപ്കോൺ പേഴ്സൺ അല്ലാത്തത് കൊണ്ട് തന്നെ തിയേറ്ററിൽ എപ്പോൾ പോയാലും ഐസ്ക്രീമാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് സ്നാക്സും ഇതൊക്കെയായിരുന്നു മെയിൻ പരിപാടി. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കഥാസിസ് തിയറിയിൽ വർക്കൗട്ട് ആകുമ്പോൾ തന്നെ സിനിമ കണ്ട് അപ്പം കരയുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ മരിച്ചപ്പോൾ തന്നെ ഞാനാകെ കരഞ്ഞ് ഫ്ലാറ്റായി.